ഹലോ, നിയ ബ്രെഡ്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സമയം 5 മണി ആവാറായിട്ടുണ്ട്. 4:30 എണീറ്റായിരുന്നു കേട്ടോ. എണീറ്റ് കുളിച്ച് വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മുടെ പണികൾ തുടങ്ങാൻ കേട്ടോ. അപ്പോൾ അടുക്കളയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചെയ്യുന്നത് ജനലൊക്കെ തുറന്നിടും കേട്ടോ. എല്ലാതും തുറന്നിടില്ല, ഓരോന്ന് മാത്രം, കാരണം 5 മണിയല്ലേ ആയിട്ടുള്ളൂ. പിന്നെ റേഡിയോയിൽ പാട്ടൊക്കെ വെച്ചു, പാത്രങ്ങളും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് ഫുഡ് ഉണ്ടാക്കൽ തുടങ്ങാം കേട്ടോ. പിന്നെ ഞാൻ ഉണ്ടാക്കുന്നത് പാസ്തയാണ് കേട്ടോ. സിമ്പിളായിട്ട് പാസ്ത ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഉച്ചയ്ക്ക് മോന് ഫുഡ് കൊണ്ടുപോകണം. അപ്പോൾ കുറച്ച് ദിവസം അവൻ ചോറ് മാത്രം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇത് വേണം ഇതൊന്നും പറയാറൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ദിവസമായില്ലേ, എന്തെങ്കിലും വേറെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചിക്കനും കാര്യങ്ങളൊന്നും സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് അതൊന്നും ഉണ്ടാക്കിയില്ല. അതിന് ഞാൻ സോയാബീനാണ് കേട്ടോ ഫ്രൈ ചെയ്ത് അതിൽ കൊടുത്തെടുത്ത്. അപ്പോൾ അത് തന്നെ വേഗം തന്നെ റൈസൊന്നും നല്ല കഴുകി കുറച്ച് നേരം സോക്ക് ചെയ്യാനായിട്ട് വെക്കാൻ വിചാരിച്ചിട്ട് കഴിഞ്ഞിട്ട് ബാക്കി പണികളൊക്കെ തുടങ്ങാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ ഇനി അടുത്ത പണി എന്ന് പറഞ്ഞാൽ പാസ്ത ഉണ്ടാക്കണം. അപ്പോൾ പാസ്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 2 ആൾക്കുള്ള പാസ്തയെ വേണ്ട. അപ്പോൾ കുറച്ച് വേണ്ടു. ഒരു പാനിൽ വെള്ളം ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും ഒലിവ് ഓയിലാണ് ഒഴിച്ചേക്കുന്നത്. അത് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ചെറിയൊരു മാഗി ക്യൂബും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. 2 ഇട്ടല്ല, ഒരെണ്ണം ഇട്ടിട്ടുള്ളൂ. ചെറുതായിട്ട് ഒരെണ്ണം ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അതൊക്കെ ഇട്ട് നല്ല മാതിരി വെട്ടി തിളക്കി നോക്കി പാസ്ത ഇട്ട് കൊടുത്ത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പാസ്ത വേവാറായപ്പോഴാണ് ആലോചിച്ചത് ഞാൻ വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കുന്നത്. പാല് എത്തിയിട്ടില്ല എന്ന് ആലോചിച്ചത്. പിന്നെ ഞാൻ പാസ്ത വെന്ത ശേഷം ആ വെള്ളത്തോട് കൂടി മാറ്റി വെച്ചായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ഉണ്ടാക്കാൻ മുമ്പ് ഡ്രൈ ആയി പോകണ്ടെന്ന് വെച്ചിട്ട് ആ വെള്ളത്തോട് കൂടി വെന്തതിന് ശേഷം മാറ്റി വെച്ചു. പിന്നെ പാലൊക്കെ വന്നിട്ട് ബാക്കി വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അതവിടെ കിടന്ന് വേവട്ടെ വിചാരിച്ചിട്ടോ. എന്നിട്ട് നമ്മുടെ പാസ്ത ഒരു റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അടച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ വെള്ളമൊക്കെ വാറ്റി കഴിഞ്ഞാൽ നല്ല ഡ്രൈ ആയി പോകും, ടേസ്റ്റ് ഉണ്ടാവില്ല കഴിക്കാനായിട്ട്. അങ്ങനെ തന്നെ മാറ്റി വെച്ചു. പിന്നെ അധികം സമയം വേണ്ട, 5:45 6 മണിക്കാകുമ്പോഴേക്കും പാല് വരും. നേരത്തെ തന്നെ എത്തുന്നതുകൊണ്ട് അതിൽ കുഴപ്പമില്ല കേട്ടോ. നമുക്കിനി ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കാം. ഞാൻ ടൊമാറ്റോ റൈസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള സ്പൈസസ് കാര്യങ്ങളൊക്കെ ഞാൻ ഓരോ ബോക്സിലായി വെച്ചുകൊണ്ട് എല്ലാം എടുത്ത് കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു ചീനച്ചട്ടിയോ അല്ലെങ്കിൽ നമ്മൾ കുക്കറിലാണെങ്കിൽ കുക്കറിലാട്ടോ കൂടുതൽ നല്ലത്, കാരണം 8 വിസിലടിച്ചാൽ മതിയല്ലോ. വേറെ പാത്രത്തിലൊക്കെ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണ്ടേ. ഞാൻ കുക്കറിൽ ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ അതിലേക്ക് ഒരു 1.5 സ്പൂണ് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യൊന്ന് മെൽറ്റായി വന്ന സമയത്ത് അതിലേക്ക് എല്ലാ സ്പൈസസും ഒഴിച്ചിട്ടുണ്ട്. 2-3 വെച്ചിട്ടുള്ളൂ, കാരണം കുറച്ച് ഒരു ഗ്ലാസ് അരിക്ക് വേണ്ടിയിട്ടുള്ള അളവാണല്ലോ. അപ്പോൾ കുറച്ച് ഇട്ടാൽ മതി. അപ്പോൾ അതെല്ലാം അതിലേക്ക് ഇട്ട് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് വെളുത്തുള്ളി ഉണ്ടല്ലോ, ചെറുതാക്കി അരിഞ്ഞ് വെച്ച വെളുത്തുള്ളി അതൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ജസ്റ്റ് ഒന്നൊരു കളറൊന്ന് മാറിയതിന് ശേഷം, അതിൻ്റെ പച്ചക്കുത്തുണ്ടല്ലോ അത് മാറിയതിന് ശേഷം നമുക്ക് കാഷ്നട്ട് ഇടാൻ ഞാൻ മറന്നുപോയത്. പിന്നെ പെട്ടെന്നാണ് ആലോചിച്ചത്. അപ്പോൾ പിന്നെ വേഗം തന്നെ കാഷ്നട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 5-6 വലുതായിട്ട് ഞാൻ നടു പൊട്ടിച്ചൊന്നും ഇട്ടില്ല, അങ്ങനെ തന്നെ എടുത്തിട്ടുണ്ടല്ലോ. കാരണം നമ്മൾ ഇളക്കി കുറച്ച് കഴിയുമ്പോഴേക്കും തന്നെ അതൊരു 2 കഷ്ണമൊക്കെ ആയിട്ട് വരും. അപ്പോൾ അതും കൂടി ഇട്ട് അത് ഇളക്കിയിട്ട് നമുക്ക് ഒരു സവാള നല്ല ഒരു നീളത്തിൽ കട്ട് ചെയ്ത കാരണം കുറച്ച് എരിയണം കേട്ടോ. പിന്നെ നല്ല കടിക്കാനൊന്നും അവിടെ കിട്ടത്തില്ല. ഇവിടെ മോന് സവാള ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ നല്ല കനം കുറച്ച് എരിഞ്ഞ് നല്ല വാടിക്കഴിഞ്ഞാൽ പിന്നെ ടൊമാറ്റോ റൈസിൽ സവാള ഉണ്ടെന്ന് തോന്നില്ലല്ലോ. അപ്പോൾ ആ സവാളയൊക്കെ വാട്ടാൻ വെച്ചിട്ടുണ്ട്. ആ സമയത്താണ് പാലെത്തിയത് കേട്ടോ. അതിന് ഇത്തിരി നേരെ വൈകി, പാല് 6:15 ആവാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം പോയി പാലെടുത്ത് വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ ഇതുണ്ടാക്കണമല്ലോ, പാസ്ത ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഈ സവാള ഒരുവിധം വാടിയപ്പോൾ ഞാൻ അത് വേഗം ഒന്ന് സെറ്റാക്കി കുക്കർ അടച്ച് വയ്ക്കാനുള്ള കാര്യങ്ങൾ വരെ ചെയ്യാൻ വിചാരിച്ചിട്ട് പാസ്തയുടെ കാര്യം ചെയ്യാൻ വിചാരിച്ചിട്ട്. അപ്പോൾ സവാള വാടിയപ്പോൾ അതിലേക്ക് 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 സ്പൂണ് മുളക് പൊടി, ഞാൻ 1/2 സ്പൂണ് നല്ല എരിവുള്ളതും 1/2 സ്പൂണ് കാശ്മീരി മുളക് പൊടി, അങ്ങനെ 1 സ്പൂൺ ഇട്ടുള്ളത് കേട്ടോ. പിന്നെ ഗരം മസാലയും കൂടി ഇട്ട് നല്ല മാതിരി ഇളക്കി കഴിഞ്ഞ ശേഷം നമ്മൾ 2 തക്കാളി മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ സമയത്തൊക്കെ അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് എടുത്ത് ആക്കല്ലേ കേട്ടോ. 2 തക്കാളിയുടെ പ്യൂരും കൂടെ അതിലിട്ട് കൊടുത്ത് അതിനൊരു അടച്ച് വെച്ച് എണ്ണ തെളിയുന്ന ഒരു പരിവുണ്ടല്ലോ, ആ പരിവം വരെ നമുക്ക് അടച്ച് വെച്ച് തക്കാളിനെ കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇതിൽ പാത്രങ്ങളൊക്കെ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകി വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം അപ്പാപ്പ കഴുകി വെച്ചാലുള്ള പണി കുറഞ്ഞു കിട്ടുമല്ലോ. പിന്നെ വലിയ കാര്യമായിട്ടുള്ള ഫുഡൊന്നും ഉണ്ടാക്കാത്തതുകൊണ്ട് വലിയ രീതിയിൽ മെസ്സായിട്ടുമില്ല. ഇത് നമ്മുടെ എണ്ണ തെളിഞ്ഞ് വന്നൊരു പരിവായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ മല്ലിയിലും പുതിനയിലും ഇട്ട് കൊടുത്തിട്ടോ. ഞാൻ ഇത് ഇടാറില്ല, കാരണം കഴിഞ്ഞ പ്രാവശ്യം ചിക്കൻ വാങ്ങിയപ്പോൾ മന്തി ഉണ്ടാക്കാനാണ് മല്ലിയിലും പുതിനയിലും ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ളതുകൊണ്ട് വേഗം എടുത്തിട്ടു എന്നുള്ളൂ കേട്ടോ.
പിന്നെ ഒരു ഗ്ലാസ് അരിയാണ് ഇട്ടത്. അപ്പോൾ അതിന് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലിട്ടിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. പിന്നെ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് നല്ല രീതിയിൽ വെള്ളം വിട്ട് തിളച്ചപ്പോൾ അവിടെ കഴുകി വെച്ചിരിക്കുന്ന അരിയും കൂടി ഇട്ടുട്ടാ. ഞാൻ ഇവിടെ ജീരകശാലയുടെ അരിയാണ് ഇടുന്നത്. അപ്പോൾ അതൊന്ന് ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ നോക്കിയതിന് ശേഷം ഒന്ന് അടച്ച് വയ്ക്കുക. ഒരൊറ്റ വിസിൽ, ആ വിസിലാകുമ്പോൾ നമ്മുടെ ടൊമാറ്റോ റൈസ് റെഡി ആവും കേട്ടോ. അപ്പോൾ അത് വിസിലാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പാസ്തേനെ സെറ്റാക്കാം. പാസ്തയിൽ ഞാൻ ബട്ടറാണ് ഇട്ടിട്ട്, ബട്ടർ ഇട്ടു. ബട്ടർ ഒന്ന് മെൽറ്റായപ്പോൾ വെളുത്തുള്ളി ഇട്ടിട്ട് അത് കാണിക്കാനായിട്ട് മറന്നു പോയായിരുന്നു. അതൊന്ന് ജസ്റ്റ് ഒന്ന് റോസ്മെല്ലൊക്കെ മാറിയ ശേഷം ഒരു നീളത്തിലൊരു സവാളയും ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നല്ല മരുന്ന് വഴച്ചെടുക്കുക. ഇതിൽ ക്യാരറ്റ് ഇടണം കേട്ടോ, പക്ഷേ അതിൽ ക്യാരറ്റ് ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് അന്ന് പാസ്ത ഉണ്ടാക്കാൻ തോന്നി. വേഗം നോക്കിയപ്പോൾ ക്യാരറ്റ് ഇല്ല. അപ്പം ഞാൻ വെച്ച് ക്യാപ്സിക്കം ഉണ്ട്, സവാള ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു കേട്ടോ. നമുക്ക് സോയ ഫ്രൈ ചെയ്യാണ്ട്, അപ്പോൾ അത് മോന് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാനത് ചൂടുവെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ സോക്കാവില്ല, വേഗം തന്നെ അത് ചൂടുവെള്ളത്തിലിട്ട് വെച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ സവാള ഒന്ന് വാടി വന്നപ്പോൾ ക്യാപ്സിക്കം ഇട്ടു കേട്ടോ. ഇതിൽ പച്ച ക്യാപ്സിക്കം ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തു. വേറെ വെജിറ്റബിൾസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അത് വേറെ പാത്രം എടുക്കാനുള്ള മടി കൊണ്ട് സൈഡിലേക്ക് തന്നെ നീക്കി വെച്ച് ഇത്തിരി ബട്ടർ ഇട്ട് അതിലേക്ക് ഒരു സ്പൂൺ എന്താ പറയുക മൈദ കൂടി ഇട്ടായിരുന്നു കേട്ടോ. മൈദ ഇട്ട് പാലൊഴിച്ചിട്ട് നമുക്കൊന്ന് ആകെ കൂടി മിക്സ് ചെയ്യാം. എന്തായാലും കട്ടയാവുമല്ലോ, വേറെ പാത്രം എടുക്കാൻ പിടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് അതിൽ തന്നെ ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. പിന്നെ സിമ്പിളായിട്ടുള്ള കറി ആയതുകൊണ്ട് ഓവർ പാത്രം എടുക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഉള്ള പാത്രത്തിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തത്. പിന്നെ അതിലേക്ക് ക്രഷ് ചെയ്ത കുരുമുളക് പൊടിയും അതുപോലെ തന്നെ വറ്റൽമുളക് ഉണ്ടല്ലോ അത് ക്രഷ് ചെയ്തു. പിന്നെ അതിന് സീസണിങ് ഉണ്ടെങ്കിൽ ഇടട്ടോ. ഞാൻ ഒറിഗാനോ ഇട്ടിട്ടുണ്ട്. ആ ഒറിഗാനും കൂടി ഇട്ട് നല്ല രീതിയിൽ ഇളക്കിയതിന് ശേഷം നമ്മുടെ പാസ്ത വേവിച്ചതും കൂടി എനിക്ക് ഇട്ടു കേട്ടോ. നല്ലൊരു മഞ്ഞ കളർ ഉണ്ട് കേട്ടോ, കാരണം ഈ മാഗി ക്യൂബ് ഇടുമ്പോൾ ഒരു ചെറിയ കളർ വ്യത്യാസം പാസ്തയിൽ വരും, അല്ലെങ്കിൽ വെളുത്തിരിക്കും. പിന്നെ ഞാൻ അതിൻ്റെ മേലെ ചീസ് ഇട്ടിട്ടോ. ഞാൻ 3 സ്ലൈസ് ചീസ് ഇട്ട് അത് അടച്ച് വെച്ചു. മെൽറ്റ് ആയതിന് ശേഷം ഇളക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂട് കയറുമ്പോഴേക്കൊന്ന് മെൽറ്റാവും, പെട്ടെന്ന് മെൽറ്റാവും കേട്ടോ. മെൽറ്റായിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പാസ്ത റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കാറുണ്ട്, അതുപോലെ തന്നെ തക്കാളിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു പാസ്ത ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ 2 തരം പാസ്തയൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ പാസ്ത റെഡിയായപ്പോൾ ഞങ്ങൾ വെറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മുടെ കുക്കർ 8 വിസിൽ വന്നപ്പോൾ ഓഫ് ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ടൊമാറ്റോ റൈസും സെറ്റായിട്ടുണ്ട്. നല്ല വെള്ളമൊക്കെ വെച്ച് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇത്തിരി ബട്ടറും അല്ലെങ്കിൽ നെയ്യോ അങ്ങനെ ഇത്തിരി കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഞാൻ നെയ്യ് ഇത്തിരി കൂടുതലും പിന്നെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചുകൊണ്ട് കറക്റ്റ് ആ ഒരു എന്താ പറയുക കുഴഞ്ഞിരിക്കുന്ന രീതിയിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് റെഡിയായി. ഇനി നമുക്കിവിടെ സോയാബീൻ ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതിലേക്ക് ചൂടുവെള്ളത്തിലാണ് കേട്ടോ ഒഴിച്ച് വെച്ചത്. നല്ല മാതിരി പിഴിഞ്ഞതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല പൊടി, ഇച്ചിരി വെളിച്ചെണ്ണ കൂടി വെച്ച് നല്ല രീതിയിൽ തിരുമ്പി ഒരു 10-15 മിനിറ്റ് മാറ്റി വയ്ക്കുക കേട്ടോ. എന്നിട്ട് ഫ്രൈ ചെയ്താൽ മതി. അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ മാറ്റി വെച്ച ശേഷം മോനെ വിളിക്കാമല്ലോ എന്ന് ചോദിച്ചപ്പോൾ സമയമായിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ഇടയിൽ എൻ്റെ റേഡിയോൻ്റെ സൗണ്ട് കുറഞ്ഞു വന്നു കേട്ടോ, കാരണം ചാർജ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇടയ്ക്ക് കുത്തി വയ്ക്കാനും അതൊക്കെ ആക്കി പിന്നെ റേഡിയോ ഓൺ ആക്കി ആദ്യം കേട്ടോ. പാട്ട് കേട്ട് കുക്ക് ചെയ്യാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കേട്ടോ. എനിക്ക് നമ്മൾ തന്നെയല്ല എന്നുള്ളൊരു ഫീലിംഗ് വരും. നമുക്ക് വീട്ടിൽ ആരൊക്കെ ഉണ്ട്, കുറേ ആൾക്കാരുണ്ട്, പിന്നെ ആ ഒരു വൈബായിരിക്കും മോർണിംഗിൽ തന്നെ കേട്ടോ. നമ്മുടെ സോയാബീൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ മോന് കുളിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല തണുപ്പല്ലേ, അവൻ എനിക്കുമ്പോഴേക്കും വെള്ളം നല്ല മാതിരി ചൂടാവും. നമ്മുടെ ടിഫിൻ ബോക്സ് കാര്യങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ തന്നെ കഴുകി വെച്ചതാണ്. അപ്പോൾ ഇന്ന് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ടൊന്ന് കഴുകും. പിന്നെ നല്ല തിളച്ച വെള്ളം കൂടി അതിൽ ഒഴിക്കും കേട്ടോ. അപ്പോൾ ഞാൻ അത് കെറ്റിൽ ഓണാക്കിയിട്ട് ബാക്ക് ഡോറ് തുറക്കാൻ വിചാരിച്ചു. 7 മണി ആവാറായി. നേരമൊക്കെ വെളുത്തുടന്നപ്പോൾ ബാക്ക് ഡോറും കൂടി ഒന്ന് തുറന്നു കേട്ടോ. അപ്പോൾ തുറന്നു. അപ്പോൾ നല്ലൊരു മഴയുള്ള ദിവസം കേട്ടോ. കാലത്ത് തന്നെ ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ബാക്കിൽ വരാന്തയിൽ കൂടെ അങ്ങോട്ടും കൂടെ ഒക്കെ നടന്നു. കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്യാൻ വിചാരിച്ചു കേട്ടോ. കാരണം എണീറ്റപ്പോൾ തൊട്ട് പണിയല്ല. അപ്പോൾ നമ്മുടെ സോയാബീൻ ഒരു ഇതായിട്ടുണ്ട്. അപ്പോൾ അത് ഓഫ് ചെയ്തു. വെള്ളവും തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വേഗം തന്നെ ടിഫിൻ ബോക്സിൽ നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കുറച്ച് നേരം വെക്കും. അപ്പോൾ അത് ഒഴിച്ചതിന് ശേഷം നമുക്ക് പുറത്ത് പോയിരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അവനെ വിളിച്ചൊക്കെ കഴിയുമ്പോഴേക്കും നല്ല രീതിയിൽ എന്തെങ്കിലും അടുക്കളൊക്കെ പോകാൻ വേണ്ടി ഞാൻ ഡെയിലി ചെയ്യും കേട്ടോ. ഈ ചൂടുവെള്ളത്തിൽ ഒന്നിനെ മുക്കി വയ്ക്കും, അല്ലെങ്കിൽ അതിലേക്ക് ഒഴിച്ച് വയ്ക്കും. അപ്പോൾ അതായത് നമ്മുടെ റോസുകൾ കുറച്ച് പൂവൊക്കെ കരിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരിഞ്ഞതൊക്കെ കട്ട് ചെയ്ത് കളയാം. അപ്പോൾ 2 റോസാപ്പൂവിൽ നിന്ന് 1 റോസ് അങ്ങോട്ട് കട്ട് ചെയ്തത് അറിയാതെ അതായി കട്ട് ചെയ്യിപ്പോയി. നല്ല വിഷമമായിപ്പോയി. കാരണം ഇന്നലെ മോൻ്റെ സ്കൂളിലേക്ക് ഫ്ലവർ കൊണ്ടുപോകണം എന്നിട്ട് 1 റോസ് ഞാൻ കട്ട് ചെയ്ത് കൊടുത്തുള്ളൂ. അതിന് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് കൊടുത്താൽ. അപ്പോൾ ഇന്ന് നോക്കിയപ്പോൾ അത് ഞാൻ കട്ട് ചെയ്ത് വേറെ റോസ് ആയിപ്പോയി. കുറച്ച് വിഷമമായിപ്പോയി. സാരില്ല, പിന്നെ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ച് ആശ്വസിച്ചു കേട്ടോ. അറിയാണ്ട് പൊട്ടിച്ചു പോയി. കട്ട് ചെയ്ത് പട്ട ഇതുകളൊക്കെ കട്ട് ചെയ്യുക. പക്ഷേ സങ്കടം.
നമുക്ക് സ്വാമിയുടെ ഫോട്ടോ എടുത്ത് വയ്ക്കാം, അല്ലെങ്കിൽ വേറെ രക്ഷയില്ല. കൃഷ്ണൻ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു ഈ ഒരു ഫ്ലവർ. കൃഷ്ണൻ ഹാപ്പി, നിങ്ങളും ഹാപ്പി. അപ്പോൾ ആ ഫ്ലവർ ഞാൻ കൃഷ്ണൻ്റെ താഴെ വെച്ചു. ഇനി മോനെ എണിപ്പിക്കൽ ചടങ്ങാണ് കേട്ടോ. 7 മണിയൊക്കെ ആകുമ്പോഴാണ് അവനെ എണിപ്പിക്കാറ്. 8:45 വണ്ടി വരുള്ളൂ. പിന്നെ കുളി കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് വരുമ്പോഴേക്കും പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് റിവിഷനൊക്കെ ചെയ്യും. സ്കൂൾ യൂണിഫോമൊക്കെ ഇട്ടതിന് ശേഷം അപ്പോഴേക്കും എല്ലാം കറക്റ്റ് ആകുന്നതുകൊണ്ട് ഞാൻ 7 മണിയാകുമ്പോഴാട്ടോ അവനെ എണിപ്പിക്കുന്നത്. അപ്പോൾ എണിപ്പിക്കുന്നതിൻ്റെ ഒരു ഇതാണ്, കുറച്ച് ടൈം എടുക്കും കേട്ടോ അവിടെ നിങ്ങൾ എണിച്ച് ഒക്കെ ആയിട്ട് വരാനായിട്ട്. അപ്പോൾ ഞാൻ വേഗം എനിക്ക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ, ഇന്ന് അമ്മ ഉണ്ടായിരുന്നില്ല. അമ്മ മോർണിംഗ് പോയി, വൈകിട്ടേ വരുള്ളൂ. അപ്പോൾ വേറെ ആരും ഇല്ലല്ലോ, അപ്പോൾ ഞാൻ തന്നെയല്ല. വേഗം തന്നെ ധൃതി പിടിച്ച് ഓരോന്നിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഫുൾ ബിസി ആവട്ടോ. ഒരു 1/2 മണിക്കൂർ നിൽക്കാൻ ശ്വാസമില്ലാത്ത രീതിയിലായിരിക്കും ഞാൻ ഇവനെ എണിപ്പിക്കുക, അവനെ കുളിപ്പിക്കുക, ബ്രഷ് ചെയ്യിപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും കേട്ടോ. ബ്രഷിങ് കുളിപ്പിക്കലൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. കാരണം അവർ കുളിച്ച് കഴിഞ്ഞാലും ബ്രഷ് ചെയ്താൽ അത്ര വൃത്തിയാവില്ലല്ലോ. അപ്പോൾ വീക്കെൻഡിലൊക്കെ അവർ തന്നെ ചെയ്യും. മോൻ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യും. ബാക്കിയുള്ള വർക്കിൻ്റെയിൽ ഞാൻ തന്നെ ചെയ്യിപ്പിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതേ അവനെ ഞാൻ ബാത്റൂം പോകുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഡൈനിങ് ടേബിൾ എടുത്ത് വെക്കുക കേട്ടോ. അപ്പോൾ അവൻ കുളി കഴിഞ്ഞ് വന്നാൽ അപ്പം തന്നെ കഴിക്കാമല്ലോ. പിന്നെ അതെടുക്കാനും പിടിക്കാനും പോകേണ്ട, ആ സമയം പോലോ എന്നൊക്കെ വിചാരിച്ച് പ്ലേറ്റും ഗ്ലാസും ചായയും അതുപോലെ ഞാൻ പാസ്തയും എല്ലാം ഡൈനിങ് ടേബിളിൽ കൊണ്ടുവയ്ക്കും. അത് ഞാൻ ഫസ്റ്റ് അങ്ങനെ ശീലമാക്കിയായിരുന്നു കേട്ടോ. അവൻ ബാത്റൂമിൽ പോകുന്ന ആ ടൈമിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ അവൻ്റെ ഡ്രസ്സ് അയൺ ചെയ്യാത്ത സമയങ്ങളിലൊക്കെ ഞാൻ പോയി അയൺ ചെയ്യും. ചില ദിവസമൊക്കെ അയൺ ചെയ്യാറുണ്ട്. ഞാൻ ചെയ്യാൻ പറ്റാത്ത ടൈമുകളിലൊക്കെ ആണെങ്കിൽ ആ ടൈമുകളിലൊക്കെയാണ് അയൺ ചെയ്തത്. അപ്പോൾ ഞാൻ മുകളിലേക്ക് വന്നിട്ടുണ്ട്. അവൻ്റെ ബാഗ് എടുക്കലും ഡ്രസ്സ് യൂണിഫോമൊക്കെ അയൺ ചെയ്തതൊക്കെ എടുത്ത് താഴോട്ട് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ അവൻ മുകളിൽ വന്ന് കുളിക്കുക. അപ്പോൾ കുളി കഴിഞ്ഞ് ചിലപ്പോൾ ചൂടുവെള്ളത്തിൻ്റെ പാത്രമൊക്കെ അത് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അതിന് മുന്നേ പോയി ബാഗും യൂണിഫോമും കാര്യങ്ങളൊക്കെ എടുത്ത് താഴെ ബെഡ്റൂമിൽ കൊണ്ടുവയ്ക്കും. അപ്പോൾ പിന്നെ കയറാൻ വരണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ച് നോക്കി എടുക്കും കേട്ടോ. അപ്പോൾ ഇതെല്ലാം എടുത്ത് മുകളിലത്തെ കേർട്ടനുകളൊക്കെ ഒന്ന് തുറന്നിടും. അതിന് ശേഷം താഴെ എത്തിയിട്ട് പിന്നെ അടുത്ത് എന്താണ് അവൻ്റെ ടിഫിൻ ബോക്സ് സെറ്റ് ചെയ്യലാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ അവൻ ബാത്റൂമിലൊക്കെ പോയി കഴിഞ്ഞ് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. വേഗം തന്നെ ടിഫിൻ ബോക്സ് സെറ്റ് ചെയ്തിട്ട് വേണം മുകളിലേക്ക് പോകാനായിട്ട്. ഇത് കുറച്ച് നേരം ഞാൻ നല്ല ചൂടായിരിക്കുമല്ലോ, അപ്പോൾ കുറച്ച് നേരം എല്ലാതും വെച്ച് ബോക്സിലാക്കിയിട്ട് ഓപ്പൺ ചെയ്ത് പാനിട്ട് വെക്കും. കാരണം ചൂട്ടോട് കൂടി വെക്കേണ്ട വിചാരിച്ചിട്ട് അവർ തിന്നുമ്പോഴേക്കും എന്താ പറയുക, ഫുഡ് കഴിക്കുന്ന ആ ഒരു ടൈം ആകുമ്പോഴേക്കും ചിലപ്പോൾ ചൂടായി കഴിഞ്ഞാൽ കേടാവണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരം ഓപ്പൺ ചെയ്ത് വെക്കും കേട്ടോ. അപ്പോൾ അവനെ കുളിപ്പിക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് ആക്കി വെച്ച് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് അടയ്ക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് അടച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അതിൻ്റെ ഇടയിൽ എനിക്കിതൊന്ന് സെറ്റ് ചെയ്ത് കോഫി ടേബിൾ കൊണ്ട് വയ്ക്കണം. അപ്പോൾ അവിടെ നിന്ന് ബാഗിലേക്ക് എടുക്കുക, പോവുക, അത്രയല്ലേ വേണ്ട വെച്ചിട്ട് അവൻ്റെ കുളി കഴിഞ്ഞപ്പോൾ അവനോട് ക്രീമൊക്കെ പറ്റി പൗഡറൊക്കെ ഇടുമെന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം തന്നെ ടിഫിൻ ബോക്സ് കെട്ടുകയാണ് കേട്ടോ. അപ്പോൾ ടിഫിൻ ബോക്സ് കെട്ടി അതിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കേട് റൈറ്റായിട്ട് അവന് കഴിക്കില്ല. അപ്പോൾ ഞാൻ 2 സ്പൂണ് കേട് അതിൽ വെച്ച് കഴിഞ്ഞ് ഒരു സ്പൂണ് വെച്ച് അവനത് കഴിക്കാൻ നല്ല ഇഷ്ടം. അപ്പോൾ അങ്ങനെ കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെയാണ് ഇന്നത്തെ ടിഫിൻ ഞാൻ സെറ്റാക്കിയിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഫുഡ് കഴിക്കണം. അപ്പോൾ ഞാനും മോനും കൂടി ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ അവൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് അതുപോലെ ഇന്നേഴ്സൊക്കെ ഇട്ട് ഡ്രസ്സൊക്കെ ഇട്ട് അവൻ ഡൈനിങ് ടേബിളിൽ വന്നിരുന്ന് ഫുഡ് കഴിക്കാനായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം റിവിഷനൊക്കെ എടുക്കും കേട്ടോ. തലേദിവസം പഠിച്ച കാര്യങ്ങളൊന്നും ജസ്റ്റ് ഒന്ന് റിവൈൻ ചെയ്യിപ്പിക്കും. പിന്നെ ക്ലാസ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ നെക്സ്റ്റ് വീക്ക് കഴിഞ്ഞ് എക്സാം ഫസ്റ്റ് പീരിയോഡിക് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിന് മുമ്പുള്ള ക്ലാസ് ടെസ്റ്റൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റിവിഷനൊക്കെ ചെയ്യിപ്പിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ചെയ്യും കേട്ടോ. ഒരു 8 മണിയൊക്കെ ആകുമ്പോഴേക്കും ഫുഡ് അടി കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഒരു 8:30 വരെ നമ്മൾ എന്താ പറയുക, റിവിഷനും പിന്നെ വർത്തമാനം പറഞ്ഞിരിക്കലും ഫോൺ നോക്കിയിരിക്കലും അങ്ങനെയൊക്കെ ആയിരിക്കും. 8:30 ആകുമ്പോഴാണ് റോട്ടിലോട്ട് പോകട്ടെ. നമ്മുടെ അവിടെ നിന്ന് റോട്ടിലോട്ട് ബസ് വരുള്ളൂ. അപ്പോൾ അതേ റോട്ടിലോട്ട് പോയി അവനെ കൊണ്ടാക്കി. നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ തിരിച്ചു വന്നപ്പോൾ മഴ കുറഞ്ഞായിരുന്നു. അപ്പോൾ മുറ്റത്ത് കുറേ പ്ലാവില വീണെടുക്കുന്നുണ്ട്. ഇന്നലെ രാത്രി കാറ്റുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പ്ലാവിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പറക്കിയെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അതൊന്നും പറക്കിയെടുക്കാൻ വിചാരിച്ച് അടിച്ച് വരാനുള്ള അതൊന്നുമില്ല. നല്ല പ്ലാവിലകളായതുകൊണ്ട് നമുക്ക് പറക്കിയെടുക്കാം. കുറേ കിടന്നാമെന്ന് കിടക്കുമ്പോൾ ഞാൻ അടിച്ച് വരണ്ടേ. അപ്പോൾ അതൊക്കെ പറക്കിയെടുത്ത് റൂമിൽ വന്നിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ കഴിച്ച പാത്രങ്ങളൊന്നും കഴുകി വെച്ചിട്ടുണ്ടായിരുന്നില്ല. ചിലപ്പോൾ എല്ലാം കഴുകിയൊക്കെ വെച്ചിട്ടാട്ടോ. അപ്പോൾ അമ്മയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം കഴുകി വെച്ച് ചിലപ്പോൾ അടിച്ചൊക്കെ വാരിയിടും. എന്നിട്ടാണ് അവനെ കൊണ്ടാക്കി തിരിച്ച് വരിക. ക്ലീൻ ചെയ്യൽ മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചു. പക്ഷേ ഇന്ന് ഞാൻ പാത്രങ്ങളൊക്കെ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് അടുക്കള ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക്
തുടയ്ക്കണം. ഞാൻ ഒന്നരാടായിട്ട് തുടയ്ക്കുന്നത്. ഇന്ന് താഴെ തുടച്ചാൽ നാളെ മുകളിൽ, അങ്ങനെ ഡെയിലി തുടയ്ക്കും. പക്ഷേ ഒരു ദിവസം താഴെ ആണെങ്കിൽ ഒരു ദിവസം നടത്തി പിന്നെ തുടയ്ക്കില്ല, പിന്നെ അങ്ങനെ ഓൾട്ടർനേറ്റീവാണ് തുടയ്ക്കുന്നത്. അപ്പോൾ ഇന്ന് താഴെ തുടയ്ക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ഞാൻ വേഗം തന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് തുടയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കേട്ടോ. ഒരു 11 മണിയാകുമ്പോഴേക്കും എൻ്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഒന്ന് ലഞ്ചിന് വേറെ ഒന്നും ഉണ്ടാക്കണ്ട, നോർമൽ ചാറ് കറി വേറെ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ അവനെ സ്കൂളൊക്കെ വിട്ട് ഉണ്ടാക്കിയതിന് ശേഷം വന്ന് ഒക്കെ ഉണ്ടാക്കി ടച്ച് ചെയ്യുന്നത്. പിന്നെ എന്തായാലും ടൊമാറ്റോ റൈസൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ തുടച്ച് കഴിഞ്ഞ് എല്ലാവരുടെയും തുടച്ചൊക്കെ കഴിയുമ്പോഴേക്കും 11 മണിയാവും. പിന്നെ ഇങ്ങനെ കുറച്ച് നേരം ഫോണൊക്കെ നോക്കിയിരുന്ന് ഫോൺ വിളിക്കുകയോ എന്തെങ്കിലും റീൽസ് ചെയ്യുകയോ അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ. അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോൾ തുടയൊക്കെ കഴിഞ്ഞ് ഞാൻ ടയേർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കാരണം നമ്മൾ താഴെയൊക്കെ തുടച്ചൊരു 3/4 മണിക്കൂറുണ്ടാവും താഴെ ഫുള്ളായിട്ട് തുടച്ച് കഴിയണമെങ്കിൽ. അപ്പോൾ അതൊക്കെ തുടച്ചൊക്കെ കഴിഞ്ഞ് ഒന്ന് വയ്യാണ്ടാവും. പിന്നെ കുറച്ച് നേരം അവിടെയൊക്കെ പോയിരിക്കും. അതിൻ്റെ ഇടയിൽ ഞാൻ വാഷിംഗ് മെഷീൻ എന്താ പറയുക, കുറേ നാളായി ഡ്രം ക്ലീനിങ് ചെയ്തിട്ട്. അപ്പോൾ അതൊന്ന് ഡ്രം ക്ലീനിങ് ഒക്കെ ചെയ്യാനാക്കി ഇട്ടിട്ട് വന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ തുടയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഒരു ഇതൊക്കെ കഴിഞ്ഞു. അപ്പോൾ നല്ല ദാഹം ഉണ്ടായിരുന്നു കേട്ടോ. മഴ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ദാഹത്തിനൊന്നൊരു കുറവില്ല കേട്ടോ. നല്ല ചൂടുണ്ട്, മഴ പെയ്യും, നല്ല ചൂടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു സർബത്തൊക്കെ ഉണ്ടാക്കി മുകളിൽ വന്ന് ബാൽക്കണിയിൽ നിന്ന് ജ്യൂസൊക്കെ കുടിച്ച് ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ടേക്ക് കെയർ ആൻഡ് ബൈ.